എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളുടെ നിവിൻ പോളിക്കെതിരെ വന്നിരിക്കുന്ന കേസ് പണിപാളിയവരെ നിങ്ങളെല്ലാവരും കുറച്ച് നാൾ കൊണ്ടേ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ വാർത്ത ഇനി വീണ്ടും ഞാനിവിടെ എടുത്തിട്ട് വാൾ വെക്കുന്നില്ല. നിവിൻ പോളി അനുകൂലിച്ചും പ്രതികൂലിച്ചും ചെയ്യുന്നതിന് നാട്ടുകാർ വന്ന് തന്നെ പറഞ്ഞും ചീത്ത വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അത് വല്ല കമൻറ്റ് തൊഴിലാളികളാണോ എന്നും അറിയില്ല. എന്തായാലും ആട്ടെ. ഇപ്പോൾ നമ്മുടെ മുകേഷിനെതിരെ വന്ന ആരോപണത്തിലും ചെറിയൊരു പണിപാളൽ വന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് കിടക്കാം. ക്യാമറാമാൻ മനുവിനോടൊപ്പം മനു തന്നെ. അപ്പോൾ കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ കാണുന്ന 96% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ഞെക്കി സഹായിക്കുക. വേണമെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ മുഖം കാണണമെന്നൊരു പോരായ്മ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതും പോകെ ശീലമാകുമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ഒരു ഇത് തീർച്ചയായും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. നേരത്തെയാണെങ്കിൽ ഒരു ആൾ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് ഒരു ആൾ എന്നെ പീഡിപ്പിച്ചു എന്ന് ഘോരം പ്രസംഗിക്കുകയും അതിനുശേഷം ഞാനത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്തു. പൊതുവേ ഞാൻ എണീക്കുന്ന 12 മണിക്കാണ്. 7:30 മുട്ടച്ചാട്ടം ചോദിച്ചുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങ് ഉറക്കത്തിൽ പറഞ്ഞു പോയതാടേ എന്ന് പറഞ്ഞ് തടി ഊരാൻ ശ്രമിച്ച ഒരു ശ്രമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ മുകേഷിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. ഈ തവണ എൻ്റെ മൊബൈൽ മറ്റാരും എടുത്തിട്ട് ഞാനാണെന്ന് വ്യാജേന മെസ്സേജ് അയച്ചിട്ട് പൈസ ചോദിച്ചിട്ട് മേടിച്ചിട്ട് എനിക്കറിയാൻ പാടില്ലടേ. വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങളൊക്കെ പറയടേ. ഒരു നുണ പറയുമ്പോൾ അത് നുണയല്ല എന്ന് മനസ്സിലാകുന്ന സാധനമെങ്കിലും പറയണം. കുറഞ്ഞത് അത് നുണയാന്ന് മനസ്സിലാകുന്ന സാധനമെങ്കിലും പറയണം. ബെന്നോ ബടായി ഇടപെടുന്നേ. ഞാൻ റിപ്പോർട്ടറിൽ വന്നൊരു ചർച്ച കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടുപോയോ? എനിക്ക് ദേഷ്യപ്പെടും. മുകേഷ് ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ എന്താ ചേച്ചി, ഞാൻ പറഞ്ഞു അവനാ നീ അവൻ്റെ സിനിമ കണ്ടുപോയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാ അവൻ വൃത്തിയോട്ടവനാ എന്ന് പറഞ്ഞു. വൃത്തിയോട്ടവൻ. ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കസം പറഞ്ഞത് അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇവനിങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു. ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങനെ അതെയോ അയ്യോ അവൻ അത്രയ്ക്ക് വൃത്തികെട്ടനാണോ? വൃത്തികെട്ടവൻ വെറുതെ അല്ല സരി അതൊക്കെ ഇങ്ങനെ എന്നൊക്കെ പുള്ളിക്കാൻ സംസാരിച്ചു. എൻ്റെ ഫോൺ എടുത്ത് ഞാൻ തുറന്നു പറയാം. നാളെ ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാൻ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പൊതുജനം എന്താണ് സത്യം നിങ്ങൾ അറിയണം. ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഞാനെന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് അയച്ചു. എന്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത്? പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പം കോടതി പോകുമ്പോൾ ഈ മെസ്സേജ് ആരുടെ ഫോണിൽ നിന്ന് പോയേക്കുന്നത്? എന്റെ ഫോണിലല്ലേ. മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ആ കസിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 lakh തന്നിട്ടുണ്ട്. മര്യാദക്ക് ഞാൻ അവിടെ വരും. നീ എന്റെ പെങ്ങളെ അവനെന്താ പറഞ്ഞു ഞാൻ കേട്ടു പോലില്ല. അവൻ പറഞ്ഞു ഞാനിങ്ങനെ നല്ല കിടിലം കാച്ചിയ കസിൻ. നമ്മൾ ഈ ചിലരെ കളിയാക്കി പറയത്തില്ലേ, ദൈവം ഈ അച്ചിലിവനെ ഉണ്ടാക്കിയിട്ട് ആ അച്ചങ്ങ് പൊട്ടിച്ചാണെന്ന്. അമ്മാതിരി കസിനാണ് ഇവൻ. പെങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിച്ചവനെ വിളിച്ച് ചീത്ത വിളിച്ചു. അവിടെ വരെ ഓക്കെ. ശേഷം അവനോട് ഞാൻ വരും, എനിക്ക് 1 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. നീ എന്തിനാങ്ങളെയാടാ? ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇവർ പറയുന്നത് സത്യമാകാൻ ഒരു സാധ്യതയുമില്ല. അതല്ല, ഇതെങ്ങനെ പീഡിപ്പിച്ചെന്നറിയുമോ? അത് കോടതിയിൽ പോയപ്പോൾ പറഞ്ഞാണ്. ആദ്യം മുകേഷ് ഇവരെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. മുകേഷ് കോടതിയിൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേനും മുകേഷ് കാറിൽ വരുന്നു, ഇവരെ കയറ്റുന്നു, തിരിച്ചു പോകുന്നു. തിരിച്ചു പോയിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു. അവിടെ വരെ ഇവർ പറഞ്ഞ കഥ ശരിയാണ്. അതിനുശേഷം അതേ കാറിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ, അതേ പീഡിപ്പിക്കാൻ വിളിച്ചുകൊണ്ട് പോയ സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടുന്നു. ഇപ്പോൾ ഇവിടെ കുട്ടാബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പിരിയുന്നു. പീഡിപ്പിച്ച ആളുമായിട്ട് ആ പീഡിപ്പിച്ച ആൾ തന്നെ തിരിച്ചു കൊണ്ട് വിടുന്നു. നല്ല ഫ്രഷ് സാധനം, ഫ്രഷ്. അതിനുശേഷം ഇവർ സിംഗിൾ പാരൻ്റ് ആട്ടോ. ഒരു 10-15 തവണ 10 മിനിറ്റത്തെ ഈ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് സിംഗിൾ പാരൻ്റാന്ന്. ഇമോഷൻസ് ടാക്കിൾ ചെയ്യാനുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലോ. ഇമോഷണൽ സാധനം പിടിച്ചു പറ്റാനുള്ള സാധനം. അങ്ങനെ 25,000 ചോദിച്ചു. മുകേഷ് പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പാടില്ല കേട്ടോ. മുകേഷ് 25,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഈ വള്ളി അവിടെ തീർന്നേനെ. ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവർ പിന്നെ പൈസ ചോദിച്ചേനല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഇവരറിയാതെ ഇവരുടെ ഒരു കസിൻ ബ്രദറിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും കസിൻ ബ്രദർ വിളിച്ച് കാശ് ആവശ്യപ്പെടുകയും ചോദിച്ചു. ഈ സാധനം ഇവർ അറിഞ്ഞിട്ടില്ല. ഇവരറിയുന്നപ്പോഴാണ് മുകേഷ് കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോഴത്തേനും ഇവർ വാട്സപ്പ് എടുത്ത് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അമ്പടെ ജിഞ്ചിനകളി ഞാൻ മുകേഷിനെ ഭീഷണിപ്പെടുത്തിയ മെസ്സേജ് ഇവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഈ പുള്ളിക്കാരി അറിയുന്നത് ഞാൻ മുകേഷിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരറിഞ്ഞിട്ടില്ല, ഇവർക്ക് ഇതൊന്നും അറിയില്ല, ഇവർക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളിത് വിശ്വസിക്കണം. നിങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ലല്ലോ, നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. ഇല്ല, ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പക്ഷത്തു നിന്ന് ചിന്തിക്കണം. അതായത് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ മുകേഷിൻ്റെ പക്ഷം, രണ്ട് ഇവരുടെ പക്ഷത്തുനിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അത് ഒരു MLA ആട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നു, ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ശേഷം പൈസ ചോദിക്കുന്നു. എന്നെ കൊണ്ട് ഉപയോഗിച്ചതിന് ശേഷം ഞാനൊരു 25,000 ഉലുവ ചോദിച്ചിട്ട് അയാൾ തന്നില്ല എന്നായിരിക്കും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലേ? എന്തരായാലും കൊള്ളാം. മറ്റേ ഹാഷിറയെ പറയുന്ന പോലെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതെല്ലാം ഈ കൊല്ലംകാരുടെ പടലിക്കോട്ട് വന്ന് കയറുമെന്നുള്ളതാണ്. വേറെ എന്തോരം നടന്മാരുണ്ടായിരുന്നു. എനിവേ, ഓൾ ഗുഡ്. നമുക്കിതെല്ലാം ശരിയാവുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്തിൻ്റെ വാർത്തയിലും വന്നിട്ടുണ്ട്. മറ്റേ എന്തോ താജ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ പയ്യനെ പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. ആ പുള്ളി പറഞ്ഞ സാഹചര്യത്തിൽ താജ് ഹോട്ടൽ നിലവിൽ വന്നിട്ടില്ല എന്നുള്ള സാഹചര്യം കണക്കിലെടുത്ത് രഞ്ജിത്തിനും കോടതി ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും മുമ്പോട്ട് കള്ള ആരോപണങ്ങളുമായി വരുന്ന ഇരകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്ഷത്തുണ്ടാവും. പിന്നെ ഒരു കള്ളം പറയുമ്പോൾ എൻ്റെ പൊന്നാശാനെ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കില്ല, പാളും. നിങ്ങൾ ജസ്റ്റ് പറയൂ അവനെ പീഡിപ്പിച്ച്, കൂടുതലൊന്നും എനിക്ക് പറയില്ല, അവനെ പീഡിപ്പിച്ച് ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങൾ കൂടുതൽ പറയുമ്പോഴാണ് അതിനകത്ത് കള്ളം തൂക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന്, ഫേക്ക് ആരോപണങ്ങൾ വരാതിരിക്കട്ടെ. രണ്ട്, ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങളിൽ മിനിമം നിങ്ങൾ എന്താണ് സംഭവം എന്നൊന്നും പഠിച്ചിട്ടെങ്കിലും വരണം. നിങ്ങളുടെ ഫെയിമാണ് ഉദ്ദേശം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശാണ് ഉദ്ദേശമെങ്കിൽ വേറെ വല്ല പണിക്കും പോയിട്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തണം കമൻറ്റ് ബോക്സുകളിൽ ഞാൻ തീർച്ചയായിട്ടും വായിക്കുന്നതാവും. നിവിൻ പോളിക്കെതിരെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ അരങ്ങണ്ടൊക്കെ വന്നിട്ട് എന്തിനൊക്കെയോ എന്നെ ചീത്ത വിളിച്ചു. എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അതിൽ ഒരുത്തനെ ഞാൻ തിരിച്ചവൻ്റെ തന്തടന്തൊക്കെ വിളിച്ചിട്ടുണ്ട്. എടാ നീയൊക്കെ കമൻറ്റ് ഇട്ടോ, നീ നെഗറ്റീവോ പോസിറ്റീവോ കമൻറ്റ് ഇട്ടോ, എനിക്കൊരു സീനുമില്ല. അത് ക്രിറ്റിസിസമായിട്ട് ഇടണം. നീ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല പറയും. ഞാൻ ആവശ്യമില്ലാത്ത ഓരോ കൊണാപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഞാൻ പറയും. നല്ല രീതിക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഒരുമാതിരി കുറച്ച് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വായിരിക്കുന്ന കേൾക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. 96% സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.